അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്ത് അൽഫോൺസ് പുത്രൻ ഡയറക്ട് ചെയ്ത് നിവിൻ പോളി, പുതുമുഖ താരങ്ങളായ അനുപമ പരമേശ്വരൻ, സായി പല്ലവി, മഡോണ എന്നിവർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ഫിലിമാണ് പ്രേമം. ഈ ഫിലിം ഒരു 100% ലൈറ്റ് എന്റർടൈനർ ആണ് കേട്ടോ. നിവിൻ പോളി അവതരിപ്പിക്കുന്ന ഇതിലെ ലീഡ് റോളിന്റെ പേരാണ് ജോർജ് ആൻഡ് ഹീസ് എ വെരി ഹാപ്പി ഗോ ലക്കി ഗായ്. ജോർജിന്റെ ലൈഫിൽ സംഭവിക്കുന്ന പ്രണയത്തെക്കുറിച്ചാണ് പ്രേമം. പ്രണയം എന്ന് പറയാൻ പറ്റില്ല, പ്രണയങ്ങൾ എന്ന് വേണം പറയാനായിട്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ജോർജ് അനുപമ പരമേശ്വരന്റെ ക്യാരക്ടറായ മേരിയുമായി പ്രണയത്തിലാകുന്നു. അത് 8 നിലയെ പൊട്ടിപ്പോകും. പിന്നീട് ജോർജിന്റെ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന സായി പല്ലവിയുടെ ക്യാരക്ടറായ മലരിനോടാണ് പ്രണയം തോന്നുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെഡോണ ചെയ്യുന്ന സെലീന എന്ന ക്യാരക്ടറിന്റെ എൻട്രി. പിന്നീട് സംഭവിക്കുന്നതാണ് കഥയുടെ ചുരുക്കം. എന്തായാലും ആസ് യൂഷ്വൽ ലവർ ബോയ് ക്യാരക്ടേഴ്സ് ചെയ്ത് ഫലിപ്പിക്കാൻ നിവിൻ പോളിക്ക് ഒരു എക്സ്ട്രോർഡിനറി കഴിവ് തന്നെ ഉണ്ട് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പ്രേമത്തിലൂടെ. ഒരു സ്കൂൾ ഗോയിങ് ടീനേജറിൽ നിന്നും റഫ് ആൻഡ് ടഫ് ആയ ഒരു പുരുഷനിലേക്കുള്ള ജോർജിന്റെ ട്രാൻസിഷൻ പെർഫെക്റ്റ് ആയിട്ടാണ് നിവിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെബ്യൂ എൻട്രി വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അനുപമ പരമേശ്വരനും സായി പല്ലവിയും മെഡോണയും. സപ്പോർട്ടിംഗ് കാസ്റ്റിൽ എത്തിയിരിക്കുന്നവരും അവരവരുടെ റോൾസ് ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രഞ്ജി പണിക്കർ, വിനയ് ഫോർട്ട്, മണിയം പിള്ള രാജു, ജൂഡ് ആന്റണി ജോസഫ്, കൃഷ്ണ ശങ്കർ, ശബരീഷ് വർമ്മ, വിൽസൺ ജോസഫ്, അഞ്ജു കുര്യൻ, റിൻസ ജേക്കബ് എന്നിവരൊക്കെയാണ് സപ്പോർട്ടിംഗ് കാസ്റ്റിൽ എത്തിയിരിക്കുന്നത്. ആസ് യൂഷ്വൽ അൽഫോൺസ് പുത്തൂരാന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റാണ് പ്രേമം. വളരെ ഭംഗിയായിട്ട് തന്നെ സ്ക്രിപ്റ്റും ഡയറക്ഷനും അൽഫോൺസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഭീകരമായ ഫിലിമിലൊന്നും ഇല്ല, ബട്ട് ഒരു ഹാർട്ട് വാർമിംഗ് എന്റർടൈനറാണ് പ്രേമം. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണെങ്കിലും പെർഫെക്റ്റ് കോമിക്കൽ ആൻഡ് മ്യൂസിക്കൽ എലിമെന്റ്സ് ഒക്കെ ചേർന്ന ഒരു ഫിലിം. അൽഫോൺസ് പുത്രൻ ടോട്ടലി ഡിഫറെൻ്റ് ആയ ജോണേഴ്സും തീംസും ഒക്കെ എത്ര കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. ആനന്ദ് സി ചന്ദ്രന്റെ സിനിമറ്റോഗ്രഫിയും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ആസ് ഹി ഹസ് ക്യാപ്ചർഡ് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആൻഡ് ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് ആംബിയൻസ് ഫോർ എ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ. കൂട്ടത്തിൽ അൽഫോൺസ് പുത്രന്റെ എഡിറ്റിങ്ങും കൂടെ ആയപ്പോൾ സംഭവം സൂപ്പർ. പക്ഷെ ഫിലിമിന്റെ ഡ്യൂറേഷൻ മാത്രം ഒരല്പം കുറയ്ക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും മ്യൂസിക്കിന്റെയും കാര്യം പറയുകയാണെങ്കിൽ രാജേഷ് മുരുകന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒരു പെർഫെക്റ്റ് മൂഡ് തന്നെ ഫിലിമിന് കൊടുക്കുന്നുണ്ട്, തുടക്കം മുതൽ ഒടുക്കം വരെ. ബട്ട് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ചുരുക്കി പറയുകയാണെങ്കിൽ അൽഫോൺസ് പുത്രൻ തൻ്റെ FB പോസ്റ്റിൽ പറഞ്ഞ പോലെ യുദ്ധം പ്രതീക്ഷിച്ചാരും ആ വഴി പോകണ്ട. പ്രേമം ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്, ഫുൾ ഓഫ് എൻ്റർടൈൻമെൻറ്റ്.